Disaccharide, a milestone towards the destination of polysaccharides. Dear friends, S5 ഓർഗാനിക് കെമിസ്ട്രി എക്സാം കഴിഞ്ഞു. നമ്മൾ കുറേ റിലാക്സ് ചെയ്തു. പക്ഷെ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അവശേഷിച്ചു. ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി പോയതാണ്. പക്ഷേ അവിടെ വില്ലനായിട്ട് കടന്നു വന്നത് സ്റ്റാർച്ചായിരുന്നു. വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സ്റ്റാർച്ച് അല്ലേ? സ്റ്റാർച്ചിൻ്റെ സ്ട്രക്ചർ പഠിക്കണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് പിന്നെയും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും സൂക്രോസും പറഞ്ഞ പോലെ അത്ര എളുപ്പത്തിൽ സ്റ്റാർച്ചിൻ്റെയും സെല്ലുലോസിൻ്റെയും സ്ട്രക്ചർ പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് കുറേ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റാർച്ചിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മോണോസാക്രൈഡ്സിൽ നിന്ന് ഡൈസാക്രൈഡ്സ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, റെഡിയല്ലേ? നിങ്ങൾ ബുക്കും പേനയുമായിട്ട് ഇരുന്ന് വേണം വീഡിയോ കാണാൻ. വളരെ ശ്രദ്ധിച്ച് കൂടെ വരച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഈ സ്റ്റാർച്ച് എന്ന വില്ലനെ നമുക്ക് വെല്ലുവിളിക്കാം. ഓക്കെ, ലെറ്റ് us start from our glucose and fructose. You all know that glucose and fructose are having the same molecular formula, that is C6H12O6, and they are the monosaccharide units. Then if a disaccharide is formed from glucose or from fructose, if two glucose units unite to form a disaccharide, or a glucose and fructose unite to form another disaccharide, or two fructose may combine to form another saccharide. ഈ രീതിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കുക, എന്തായാലും മോളിക്കുലർ ഫോർമുല C6H12O6 ആണ്. അപ്പോൾ അത് ഡൈമറൈസ് ചെയ്യുകയാണെങ്കിൽ C6H12O6 ഇൻറ്റു ട്വൈസ്, ദാറ്റ് ഈസ് C12H24O6 ഇൻറ്റു 2 എഗെയിൻ O12. അപ്പോൾ രണ്ട് മോണോസാക്രൈഡ് യൂണിറ്റ്സ് യുണൈറ്റ് ചെയ്ത് ഒരു ഡൈസാക്രൈഡ് ആകുകയാണെങ്കിൽ C12H24O12 എന്നാണ് മോളിക്കുലർ ഫോർമുല വരേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വന്ന് അടുത്തിരിക്കുമല്ലോ, അവ തമ്മിലൊരു ലിങ്കേജ് വരണം. അപ്പം ഒരു ലിങ്കേജ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന ഡൈസാക്രൈഡിൻ്റെ മോളിക്കുലർ ഫോർമുല C12H22O11 എന്നാണ്. അതിൻ്റെ അർത്ഥം 24 നിന്ന് 22 അതായത് 2 ഹൈഡ്രജനും 12 നിന്ന് 11 ഓക്സിജൻ, ഒരു ഓക്സിജൻ, അതായത് ഒരു H2O മോളിക്യൂള് നഷ്ടപ്പെട്ടിട്ടാണ് 2 മോണോസാക്രൈഡ് യൂണിറ്റ്സ് യുണൈറ്റ് ചെയ്ത് ഒരു ഡൈസാക്രൈഡ് ഉണ്ടാകുന്നത്. ഈ H2O എലിമിനേഷൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ 2 മോണോസാക്രൈഡും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ഓക്സൈഡ് ലിങ്കേജ് ഉണ്ടാവും. ഈ ഓക്സൈഡ് ലിങ്കേജിനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കഷനിൽ കൂടുതലായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ മോണോസാക്രൈഡ്സ് ജോയിൻ ടുഗദർ, 2 saccharide units join together to form a disaccharide, and disaccharide is formed by elimination of one water molecule. So the molecular formula of disaccharide is C12H22O11. ഇനി നമുക്ക് ചില ഡൈസാക്രൈഡ്സിനെ, കോമൺ ആയിട്ടുള്ള ഡൈസാക്രൈഡ്സിനെ നോക്കാം. ആദ്യത്തെ ഡൈസാക്രൈഡ് നമുക്ക് പരിചയമുള്ള സൂക്രോസ് തന്നെയാണ് അല്ലേ? സൂക്രോസ്, അതിൻ്റെ പേരെന്താണ്? ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസൈൽ ബീറ്റ ഡി ഫ്രക്ടോ ഫ്യൂറാനോസൈഡ്. ഇത് എങ്ങനെയാണ് ഈ പേര് വരുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മുൻപത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആൽഫ അനോമറിനെ സൂചിപ്പിക്കുന്നതാണ്. ഡി എന്ന് പറയുന്നത് അതിൻ്റെ കോൺഫിഗറേഷൻ, ഫിഷർ പ്രൊജക്ഷൻ ഫോർമുലയിൽ ഉള്ള ലാസ്റ്റ് വരുന്ന CH2OHൻ്റെ തൊട്ട് മുകളിലുള്ള കാർബണിൻ്റെ OH റൈറ്റ് ആണെങ്കിൽ അതാണ് ഡി. ഇവിടെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല, കോൺഫിഗറേഷനാണ്. ദെൻ ഗ്ലൂക്കോ ഇൻഡിക്കേറ്റ്സ് ഗ്ലൂക്കോസ്. പൈറാനോസൈൽ ഇൻഡിക്കേറ്റ്സ് 6-membered pyranose structure.
Then beta D, beta anomer of fructose. Again D fructose, beta D fructose furanoside, that is the 5-membered furanoside linkage. അപ്പോൾ നമ്മൾ അവിടെ ഒരു പൈറാനോസ് റിംഗ് സ്ട്രക്ചറാണ് ഗ്ലൂക്കോസിൽ കണ്ടത്. ഫ്രക്ടോസിൽ ഒരു ഫ്യുറാനോസ് റിംഗ് സ്ട്രക്ചറാണ്. ഞാൻ 3F എന്ന് പറഞ്ഞിരുന്നു, 5-membered ഫ്രക്ടോ ഫ്യുറാനോസൈഡ് അല്ലെങ്കിൽ 5-membered ഫ്യുറാനോസ് സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ് എന്ന് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് സൂക്രോസ്. ഇതിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്, എങ്കിലും ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അത് പറയാം. ദിസ് ഈസ് ഗ്ലൂക്കോസ്, that is CHO, CHOH, COHH, CHOH, CHOH, CH2OH എഴുതിയല്ലോ. ഇതാണ് ഗ്ലൂക്കോസ്. വീണ്ടും ഫ്രക്ടോസ് ആണെങ്കിൽ CH2OH, CO കാർബണൈൽ ഗ്രൂപ്പ്, ദെൻ COH തേർഡ് ഒരുപോലെ തന്നെയാണ്, CHOH, CHOH, CH2OH. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസിൻ്റെ ഈ ആൽഡിഹൈഡിക് കാർബണും അതുപോലെ തന്നെ ഇവിടെ വരുന്ന കാർബൺ, ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആൽഫ ബീറ്റ, ദിസ് ഇസ് ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ. സോ ഇവിടെ ഒരു ഡെൽറ്റ ലാക്ടോൺ ആണ് ഫോം ചെയ്യുന്നത്. ഓക്സൈഡ് റിങ് ഫോം ചെയ്യുന്നത് ഈ കാർബണുമായിട്ടാണ്. CH2OHൻ്റെ തൊട്ട് മുകളിലുള്ള കാർബണാണ് അവിടെ എടുക്കുന്നത്. ഫ്രക്ടോസിലും CH2OHന് തൊട്ട് മുകളിലുള്ള കാർബണാണ്, പക്ഷേ കീറ്റോ ഗ്രൂപ്പ് സെക്കൻഡ് കാർബൺ ആയതുകൊണ്ട് അതിനകത്ത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കുറയും. സോ ഇത് ആൽഫ ബീറ്റ ഗാമ, സോ ഇറ്റ് ഫോംസ് എ ഗാമ ലാക്ടോൺ. അത് രണ്ടും നമ്മൾ സ്ട്രക്ചറിൽ കണ്ടതാണ്. ഇവിടെ ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ, ദിസ് ഈസ് ആൽഫ കാർബൺ, ബീറ്റ കാർബൺ, ഗാമ കാർബൺ, ഡെൽറ്റ കാർബൺ. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പായതുകൊണ്ട് ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമ. സോ ഹിയർ ഗാമ ലാക്ടോൺ, ഹിയർ ഡെൽറ്റ ലാക്ടോൺ. അതിന് നമ്മൾ വേറെ പേരാണ് പറഞ്ഞത്. ഇവിടെ പൈറാനോസ് റിംഗ് സ്ട്രക്ചർ, അതായത് 1, 2 റിങ്ങിനകത്ത് വരുന്ന 5 കാർബൺ ആറ്റവും ഒരു ഓക്സിജനും, അങ്ങനെ 6-membered റിംഗ് ആണ് പൈറാനോസ്. റിങ്ങിൽ വരുന്ന 4 കാർബൺ ആറ്റവും ഓക്സിജനാണ് ഫ്യുറാനോ സ്ട്രക്ചറിൽ. അങ്ങനെ ഗ്ലൂക്കോ പൈറാനോസും ഫ്രക്ടോ ഫ്യുറാനോസും തമ്മിൽ ഈ അനോമറിക് കാർബണിൻ്റെ ലിങ്കേജ്, ദാറ്റ്സ് ഓക്സൈഡ് ലിങ്ക്. So 2 monosaccharide units are connected by an oxide link. ഈ ഓക്സിജൻ ഈ 2 യൂണിറ്റിനെയും കണക്റ്റ് ചെയ്യുന്ന ഓക്സിജനെയാണ് നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വന്നിരിക്കുന്നത് അനോമറിക് കാർബൺ ആണ്. ഇവിടെ ഇതെന്ന് പറയുന്ന ആൽഫ, ഇവിടെ ഈ ഗ്ലൂക്കോസിന് റിങ്ങിൻ്റെ അതേ സൈഡിലുള്ള OH ഗ്രൂപ്പും ഫ്രക്ടോസിന് റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള OH ഗ്രൂപ്പും എടുത്തിട്ട് അതിൽ നിന്ന് ഒരു H2O മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ആൽഫ ഡി, ഗ്ലൂക്കോസിൻ്റെ ആൽഫ കോൺഫിഗറേഷൻ ഡി, ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസൈൽ ബീറ്റ, ബീറ്റ ഡി ഫ്രക്ടോ ഫ്യുറാനോസ്, അതാണ് സൂക്രോസ്. ഒന്നും കൂടി പറയാം, ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസൈൽ, നമ്മൾ സോഡിയം ക്ലോറൈഡ്, ക്രോമൈൽ ക്ലോറൈഡ് എന്നൊക്കെ പറയുന്ന പോലെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒരു ബൈനോമിയൽ സിസ്റ്റമാണ്. അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസൈൽ ബീറ്റ ഡി, ഡി ഇവിടെ ഡി ആണ്, ഇത് റൈറ്റ് അല്ലേ, ബീറ്റ ഡി ഫ്രക്ടോ ഫ്യുറാനോസ്, ഇതാണ് നമ്മുടെ സൂക്രോസ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ഡൈസാക്രൈഡിനെ വേഗത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാൾട്ടോസ് ആണ്. മാൾട്ടോസും ഒരു ഡൈസാക്രൈഡാണ്, സൂക്രോസിൻ്റെ അതേ മോളിക്കുലർ ഫോമിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം? അതിൻ്റെ മോണോമറിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2 ഗ്ലൂക്കോസാണ്. സൂക്രോസിൽ ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസുമാണ് ജോയിൻ ചെയ്തതെങ്കിൽ ഇവിടെ 2 ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് യുണൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ്, പൈറാനോ സ്ട്രക്ചറാണോ ഫ്യുറാനോ സ്ട്രക്ചറാണോ എന്നൊക്കെ നോക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതായിരുന്നു ഗ്ലൂക്കോസ്, അത് സെപ്പറേറ്റ് ഗ്ലൂക്കോസ് മാത്രം ഇരിക്കുമ്പം അതിന് പൈറാനോസൈഡ് റിംഗ് ആണ്. ഫ്രക്ടോസിനും അതിൻ്റെ മാത്രം സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് പൈറാനോസ് തന്നെയാണ്. പക്ഷേ സൂക്രോസിൽ വരുമ്പോഴാണ് ഫ്രക്ടോസ് ഒരു 5-membered സ്ട്രക്ചറിലേക്ക് മാറുന്നത്. ആ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് മാൾട്ടോസിലേക്ക് തിരിച്ചു വരാം. മാൾട്ടോസിനകത്ത്
മോണോമർ എന്ന് പറയുന്ന 2 ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കാം നമുക്ക്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതും ഈ 2 ഗ്ലൂക്കോസും, ഇത് ഓർക്കാം, ഇതൊന്ന് ഗ്ലൂക്കോസ്, 2 ഗ്ലൂക്കോസ് ആയതുകൊണ്ട് തന്നെ ഒരുപോലെ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പിന്നെ ഒരു കാര്യം, ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഒരുപാട് സയൻറ്റിഫിക് എവിഡൻസ്, ഒരുപാട് റിയാക്ഷനൊക്കെ ചെയ്ത്, നമ്മുടെ ഹാവർത്തിനെ ഓർമ്മയുണ്ടല്ലോ, ഈ റിംഗ് സ്ട്രക്ചറൊക്കെ സജസ്റ്റ് ചെയ്ത് ഹാവർത്താണ്. അപ്പോൾ ഹാവർത്തൊക്കെ ഇഷ്ടംപോലെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ട് പല പോസിബിൾ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ പല പോസിബിൾ ഗ്ലൈക്കസിഡിക് ലിങ്കേജും ഒക്കെ ഡിസ്കസ് ചെയ്ത് അവസാനം വിത്ത് പ്രൂഫാണ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫേംഡ് സ്ട്രക്ചർ ഇതാണ്, അതിൻ്റെ റിയാക്ഷൻസിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ, മാൾട്ടോസിന് ഇതാണ്, സുക്രോസിന് ഇതാണെന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വേഗത്തിൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അതിൻ്റെ സ്ട്രക്ചർ എലൂസിഡേഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് ഒരു PG ലെവൽ സ്റ്റുഡൻസിനൊക്കെ അത് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ജനറൽ നോളജ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഫോർമേഷൻ ഓഫ് ഡൈസാക്രൈഡ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് തുടങ്ങാം. ഗ്ലൂക്കോസും തമ്മിലൊരു കണക്ഷൻ വേണം അല്ലേ. ഇതും ഒരു C6H12O6 ആണ്, ഇതും C6H12O6 ആണ്. അതിൽ നിന്ന് നമുക്ക് മാൾട്ടോസ് വരുമ്പം C12H22O11 വരണം, അതായത് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ 2 ഗ്ലൂക്കോസ് യൂണിറ്റും ഏത് സ്ട്രക്ചറിലാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ബ്രൗൺ കളറിലെ ബോണ്ട് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല, ബാക്കി നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് കാർബൺ 1 2 3 4 5, 5 കാർബണും ഓക്സിജനും. അപ്പോൾ അത് പൈറാനോ സ്ട്രക്ചറാണല്ലോ. അടുത്ത ഗ്ലൂക്കോസിൽ 1 2 3 4 5, 5 കാർബണും ഓക്സൈഡ് റിങ്ങും. എഗെയിൻ അതും പൈറാനോസാണ്. അപ്പോൾ 2 ഗ്ലൂക്കോസ് പൈറാനോസ് റിംഗ് സ്ട്രക്ചേഴ്സാണ്, 6 മെമ്പേർഡ് റിങ്സ് ആണ്. ഓക്കെ, ഇനി ഇവർ തമ്മിലൊരു കണക്ഷൻ. അപ്പോൾ ഇവിടെ ഫ്രക്ടോസിൻ്റെ കേസിൽ ഈ OH ഉപയോഗിച്ചിട്ടാണ്, സൂക്രോസിൻ്റെ കേസിൽ ഈ OH ആയിരുന്നു ഉപയോഗിച്ചത് അല്ലേ. ഇവിടെ ആദ്യത്തെ പൈറാനോസ് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തു, നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ CHO OH റൈറ്റിലായിട്ട് വന്നൊരു അനോമറായി. അതുപോലെ ഇവിടെയും OH റൈറ്റിൽ തന്നെയാണ് ഉള്ളത്. ആ OH ഈ ബോണ്ട്, ഈ ഓക്സൈഡ് ലിങ്കേജ് ഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു OH റൈറ്റ് സൈഡിൽ തന്നെയുണ്ട്, അതും ആൽഫ ഫോമാണ്. പക്ഷേ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ OH എന്നുള്ള ലിങ്കേജ് ഇങ്ങനെ തന്നെ കൊടുത്താലും മതി, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താലും മതി. ഓക്കെ, സോ ഈ ആൽഫയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ദിസ് ഈസ് ദ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ആ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫസ്റ്റ് ഗ്ലൂക്കോസിൻ്റെ 4th കാർബണുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആൽഫ ഗ്ലൂക്കോ പൈറനോസ് ഓഫ് ഫസ്റ്റ് ഗ്ലൂക്കോസ് യൂണിറ്റ് combines with the glucopyranose structure of the second molecule through oxygen atom of the 4th oxygen of the first glucose unit. So its name is 4-O alpha D glucopyranosyl. ഇവിടെയും നമുക്ക് ആൽഫ പറയും. ദിസ് ആൽഫ ഫോർ കോമൺ, ആൽഫ ഈസ് കോമൺ ഫോർ ദീസ് ടു, ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ്. So you can easily understand sucrose is alpha D glucopyranosyl beta D fructopyranosyl. Maltose is 4 oxygen, that is the oxide linkage. ഇവിടെ പ്രത്യേകിച്ച് അനോമറിക് കാർബൺ തന്നെ ആയതുകൊണ്ട് പിന്നെ ഓക്സിജൻ്റെ കാര്യം എടുത്ത് പറയുന്നില്ല, രണ്ടും ആ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റം തന്നെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇവിടെ 4O ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസൈൽ ഡി ഗ്ലൂക്കോപൈറനോസ്, അതാണ് മാൾട്ടോസ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഈ ഗ്ലൂക്കോസ് യൂണിറ്റിൽ ഈ OH ഫ്രീ ആണ്, അതുകൊണ്ട് ഇതൊരു റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. മാൾട്ടോസ് എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കും. എന്നാൽ ഫ്രക്ടോസ് ആണെങ്കിലോ സൂക്രോസ് ആണെങ്കിലോ സൂക്രോസിൽ അങ്ങനെ ഫ്രീ OH ഇല്ല, അതുകൊണ്ട് സൂക്രോസ് നമ്മൾ നേരത്തെ കണ്ടതാണ്, സൂക്രോസ് ഈസ് നോൺ റെഡ്യൂസിങ് ഷുഗർ. ഫെല്ലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് ഏജൻറ്റിനെയും അത് റെഡ്യൂസ് ചെയ്യില്ല. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഒരു പോയിൻറ്റും കൂടി വേഗത്തിൽ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ്
ഈ പൈറനോസ് അതുപോലെ തന്നെ ഫ്യൂറാനോസ് ഇതിനെ നമ്മൾ ഹെമി അസറ്റാൽസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഹെമി കീറ്റാൽ എന്ന് വിളിക്കും. അതെന്തെന്നാൽ ആൽഡിഹൈഡിലെ CHO ഗ്രൂപ്പും ഒരു OH ഗ്രൂപ്പും, അത് സെയിം മോളിക്യൂളിലെ ആയിക്കോട്ടെ മറ്റൊരു മോളിക്യൂളിലെ ആയിക്കോട്ടെ, ആ OHുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് ഒരു ഓക്സൈഡ് റിങ് ഫോം ചെയ്യുന്നു. ആ ഓക്സൈഡ് റിങ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ആൽഡിഹൈഡും OHുമാണെങ്കിൽ ഹെമി അസറ്റാൽ എന്ന് വിളിക്കും. അസറ്റാൽ ആൽഡിഹൈഡിൻ്റെ ആൽഡിഹൈഡ്. അതേസമയം കീറ്റോണും ഒരു OHുമായിട്ട് CO ഗ്രൂപ്പും ഒരു OH ഗ്രൂപ്പായിട്ടാണെങ്കിൽ അതിനെ ഹെമി കീറ്റാൽ എന്ന് പറയും. അപ്പോൾ ഫ്രക്ടോസിൻ്റെ ഫ്യൂറാനോസൈഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹെമി കീറ്റാലാണ്. ഗ്ലൂക്കോസിൻ്റെ പൈറാനോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഹെമി അസറ്റാലാണ്. ഫ്രക്ടോസ് ഫ്യൂറാനോ സ്ട്രക്ചർ ആണെങ്കിലും പൈറാനോ സ്ട്രക്ചർ ആണെങ്കിലും അത് ഹെമി കീറ്റാലാണ്. കാരണം CO ഗ്രൂപ്പാണ് ഇൻവോൾവ് ആയത്. ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇൻവോൾവ് ആയതുകൊണ്ട് അത് ഹെമി അസറ്റാൽ എന്ന് പറയുന്നു. അപ്പോൾ അസറ്റാൽ ഫോർ ആൽഡിഹൈഡ് ആൻഡ് കീറ്റാൽ ഫോർ കീറ്റോൺ അല്ലേ. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഗ്ലൂക്കോസിൻ്റെ റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഇൻട്രാമോളിക്കുലാർ അസറ്റാലാണ്. ഫ്രക്ടോസിൻ്റെ ഫ്യൂറാനോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഇൻട്രാമോളിക്കുലർ കീറ്റാലാണ്. ഓക്കെ, ഇത് ഇൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂളെ കണക്ട് ചെയ്തിട്ടാണ് ഈ CHOയും ഈ OHും കൂടെ ലിങ്ക് ചെയ്യുന്നതെങ്കിൽ, CHOയും OHൂടെ, നമ്മൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ല അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ലിങ്കേജ് അത് CHOയും OHുമാണ്. മറ്റേ രണ്ട് OHൽ നിന്ന് H2O പോയിട്ട് ഒരു ഓക്സൈഡ് ലിങ്കേജ് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഇതിനെ അത് ഇൻ്റർമോളിക്കുലർ ആയിരിക്കും. ഇത് ഇൻട്രാമോളിക്കുലർ അസറ്റാൽസ് അല്ലെങ്കിൽ കീറ്റാൽസ്. ഇവിടെ കണ്ടു, ഇതുണ്ട് CHO ആണെങ്കിൽ CHOH എന്ന് മാറിയിട്ട് ഇവിടെ ഒരു ഓക്സൈഡ് ലിങ്കേജ് വരും. ഇതൊരു ലാക്ടോൺ റിങ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഹെമി അസറ്റാലാണ്. ദിസ് എ ഹെമി അസറ്റാൽ. ഓക്കെ, ഇവിടെ കീറ്റോ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ വരുന്ന ലിങ്കേജും ഒരു ലാക്ടോണാണ്, അത് കീറ്റാലാണ്, ഹെമി കീറ്റാൽ. ഈ കാര്യങ്ങളും കൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർച്ചിൻ്റെ ഡിസ്കഷനിലേക്ക് എളുപ്പം പോകാൻ പറ്റും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.